ഇസ്രയേലും ഗസയും തമ്മിലുള്ള പോരാട്ടമെന്നാണ് മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു അത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടമാണ്. അങ്ങനെ ചുരുങ്ങി ഇസ്രയേൽ എന്ന് പറയുന്ന ചട്ടമ്പി രാഷ്ട്രം അന്താരാഷ്ട്ര യുദ്ധത്തിന്റെ മര്യാദകൾ സകലതും കാറ്റിൽ പറത്തി 14 വയസ്സിൽ താഴെ പ്രായമുള്ള 50% കുട്ടികൾ ജീവിക്കുന്ന ജനസംഖ്യയുള്ള ഒരു പ്രദേശത്ത് എല്ലാ തരത്തിലുമുള്ള യുദ്ധമര്യാദകളെയും മാനവിക ബോധങ്ങളെയും കാറ്റിൽ പറത്തി നടത്തുന്ന കൊടിയ നിഷ്ഠൂര പ്രവർത്തനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും മാധ്യമങ്ങൾ ചിലർ വിശേഷിപ്പിക്കുന്നത്, മലയാളത്തിൽ തന്നെ പേരുകേട്ട മുത്തശ്ശി പത്രങ്ങളിൽ അധികവും വിശേഷിപ്പിക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന പ്രതിരോധ പ്രസ്ഥാനം. ഹമാസ് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഹർക്കത്തുൽ മുഖാവബത്തുൽ ഇസ്ലാമിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്നാണ് അതിന്റെ പേര്. ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹമാസ് അവിടെ നടത്തുന്നത് രണ്ടാം ഇന്തിഫാദയോടനുബന്ധിച്ച് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 500ഓളം ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചു കൊടുത്ത മുഴുവൻ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തുകയും ചെയ്തുകൊണ്ട് നാട്ടിന്റെ വ്യത്യസ്തമായ കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്ന് നിരപരാധരായ ചെറുപ്പക്കാരെയും കൊച്ചുകുട്ടികളെയും കൊന്നുകളയുകയും വയോധരയും സ്ത്രീകളെയും അടക്കം ആക്രമിക്കുകയും രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിഷേധിക്കുകയും ചെയ്തപ്പോ പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വസ്ഥമായ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഹമാസ് എന്ന് പറയുന്നത്. ആ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് പ്രധാനമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗസ കേന്ദ്രീകരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം എവിടെയാണുള്ളത്? വെസ്റ്റ് ബാങ്ക് എന്നും ഗസ എന്നും പേരുള്ള 2 പ്രദേശങ്ങളായി ഇന്ന് ഫലസ്തീൻ മാറിയിരിക്കുകയാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന ഫലസമ്പുഷ്ടമായ നിരവധി പ്രവാചകന്മാരുടെ പാതാര ബിന്ദങ്ങളേറ്റ് പുളകമണിഞ്ഞ രാജ്യത്ത് സെമിറ്റിക് മതങ്ങളായ ക്രൈസ്തവ മതത്തിന്റെയും ജൂതമതത്തിന്റെയും ഇസ്ലാമിക വിശ്വാസ സംഹിതകളുടെയും പ്രപിതാക്കന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതന്മാരായ പ്രവാചകന്മാരുടെ പാതാര ബിന്ദമേറ്റ് പുളകമണിഞ്ഞ മണ്ണാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ. ആ ഫലസ്തീനിന്റെ ഫലയുക്തമായ മുഴുവൻ പ്രദേശങ്ങളും UN എന്ന് പറയുന്ന ലോകസഭയുടെ കാർമ്മികത്വത്തിൽ നടന്ന വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ കൈവശപ്പെടുത്തുക മാത്രമല്ല, ഇസ്രയേലിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര സമൂഹം നിശ്ചയിച്ചു കൊടുത്ത എല്ലാ അതിർവരമ്പുകളും എത്രയോ തവണ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്രയേലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രയേൽ പാർലമെന്റിന്റെ ചിത്രം മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇസ്രയേൽ പാർലമെന്റിന്റെ മുന്നിൽ തന്നെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള വാചകം എന്താണ് എന്നറിയുമോ? ഫലസ്തീൻ, ഇസ്രയേൽ, നിന്റെ അതിർത്തി ഈജിപ്തിന്റെ നൈൽ മുതൽ അങ്ങ് ഇറാഖിന്റെ യൂഫ്രട്ടീസ് വരെയാണ്. യൂഫ്രട്ടീസ് മുതൽ നൈൽ വരേക്കും നീണ്ടു കിടക്കുന്ന ഒരു പ്രവിശാലമായ ഇസ്രയേൽ രാഷ്ട്രത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭീകര പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരടക്കമാണ് ഇസ്രയേലിന്റെ പാർലമെന്റുകളിലേക്ക് വന്നതും. പിന്നീട് രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയായ ബേഗൻ എന്ന പേരുള്ള വ്യക്തിത്വം ഒരുപാട് തവണ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള പേരാണ്. അദ്ദേഹം ഹെഗൻ എന്ന പേരുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. നിരവധി മനുഷ്യരെ ചുട്ടുകൊല്ലാൻ, നിരവധി കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് കിരാതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബേഗൻ എന്ന് പറയുന്ന മനുഷ്യനാണ് 1978 ഐക്യരാഷ്ട്രസഭയുടെ ലോക സമൂഹത്തിന്റെ നോബൽ സമ്മാനത്തിന് അർഹനായത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നീതിയും സത്യവും തമ്മിലുള്ള, നീതിയും അനീതിയും തമ്മിലുള്ള, സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. നമ്മൾ കടന്നു പോകുന്നത് ഒരു പോസ്റ്റ് ട്രൂത്ത് ഏജിലൂടെയാണ്, അഥവാ ഒരു സത്യാനന്തര കാലഘട്ടത്തിലൂടെയാണ്. സത്യാനന്തര കാലഘട്ടം എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവൻ, നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവൻ, ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ ഒക്കെയും മോശക്കാരായി ചിത്രീകരിക്കപ്പെടുകയും തിന്മയുടെ ഭാഗത്ത് നിൽക്കുന്നവൻ, അധർമ്മത്തിന്റെ കൊടിപിടിക്കുന്നവൻ, അസത്യത്തിന്റെ ഒപ്പം നിൽക്കുന്നവൻ, അവരൊക്കെയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന
ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുമുള്ള മര്യാദകളും ലംഘിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യ മക്കൾക്ക് മുകളിലേക്ക് ടോമോഹാക്ക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും വർഷിക്കുന്ന ഇസ്രയേലി നരഭേദം നടത്തുന്ന പടയാളികളെ ധീരദേശാഭിമാനികളെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും പ്രതിരോധത്തിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യത്വത്തിന്റെ വക്താക്കളെന്ന് ചിത്രീകരിക്കപ്പെടുകയും ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറുത്തുനിൽപ്പ് നടത്തുന്ന സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന ഹമാസിന്റെ പോരാളികളെ തീവ്രവാദികളെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്കുന്നു, ഫലസ്തീനെ തീവ്രവാദികളെന്ന് വിളിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ചെയ്ത തീവ്രവാദ പ്രവർത്തനം എന്നറിയുമോ? നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഹജ്ജ് ഉംറയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഗ്രൂപ്പുകളും ഇന്ന് ഇസ്ലാമിക പാരമ്പര്യമുള്ള രാഷ്ട്രങ്ങളിലേക്ക് യാത്ര നടത്തുന്നുണ്ട്. പലരും ഫലസ്തീനിൽ പോയിട്ടുണ്ട്, പലരും ഇസ്രയേലിൽ പോയിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ പാതാര ബിന്ദമേറ്റ പുളകമണിഞ്ഞ ആ പരിശുദ്ധമായ മണ്ണിലൂടെ അവർ നടന്നു പോയിട്ടുണ്ട്. ഗസയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗസയുടെ വാതിൽക്കലേക്ക് റഫഹ് എന്ന് പേരുള്ള അതിർത്തിയിലേക്ക് എത്തുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ഇന്ത്യയിലേക്ക് വരുന്ന മനുഷ്യർക്ക് ഈ രാഷ്ട്രത്തിൽ കാലുകുത്താൻ വേണ്ടിയിട്ട് എവിടെയാണോ അവർ ആഗ്രഹിക്കുന്നത് ആ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള വിമാനത്താവളത്തിലായിരിക്കും അവർ. സ്വാഭാവികമായിട്ടും വിദേശത്തു നിന്ന് വരുന്ന എത്രയോ ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്തേക്ക് വരുന്ന മനുഷ്യർക്ക് അവരെവിടെയാണോ പോകുവാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്തിന്റെ അടുക്കലുള്ള വിമാനത്താവളത്തിൽ വന്നിട്ടാണ്, എയർപോർട്ടിൽ വന്നിട്ടാണ് അവർ ആ പ്രദേശത്തേക്ക് പോവുക. പക്ഷേ നിങ്ങൾ ഗസയിലേക്ക് പോകുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വിമാനം ആ ഗസയുടെ മണ്ണിൽ ലാൻഡ് ചെയ്യില്ല പ്രിയപ്പെട്ടവരെ. എന്ന് വെച്ചാൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകമായ പ്രവിശ്യക്ക് വിമാന സർവീസ് ഇല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ സ്വന്തം രാജ്യത്തിന്റെ പേരിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന വിമാന സംവിധാനത്തിന് സ്വന്തം രാജ്യത്ത് ഒരിക്കലും മുത്തമിടാൻ കഴിയാത്ത ലോകത്തുള്ള ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പേരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫലസ്തീൻ എന്ന് പറയുന്നത്. ഈജിപ്തിന്റെ പ്രവിശ്യയായിട്ടുള്ള അൽ അരീഷ് എന്ന് പറയുന്ന വിമാനത്താവളത്തിലാണ് ഗസയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് വിമാനമിറങ്ങാൻ സാധിക്കുക. അങ്ങനെ അൽ അരീഷ് വിമാനത്താവളത്തിൽ നിന്ന് നിങ്ങൾ കാൽനടയായിട്ട് വാഹനപ്പുറത്തേറി നിങ്ങൾ റഫഹിലേക്ക് എത്തിയാൽ റഫഹാണ് ഗസ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തുറക്കുന്ന വാതിൽ. റഫ അതിർത്തി എന്ന് നമ്മുടെ മാധ്യമങ്ങളിലും വാർത്താശകലങ്ങളിലും ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള റഫയിലേക്ക് എത്തുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുമ്പ് പറ തീർത്തിട്ട് വാതിൽ പടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പ്രദേശത്ത് നമ്മൾ കാത്തുനിൽക്കണം. കാത്തുനിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ രാവിലെ ഈജിപ്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകളുടെ ഓപ്പറേഷൻ സാമഗ്രികൾ വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുന്ന പിതാവുണ്ടാകും, ഉമ്മയുണ്ടാകും. തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് ബോംബിന്റെ ശബ്ദം കേട്ടിട്ട് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ശ്രവണ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉണ്ടാകും. റഫയുടെ അതിർത്തി കടന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒന്ന് തിരിച്ചു കയറണമെങ്കിൽ ഒരുപക്ഷെ ഒരു ഗസക്കാരന് ഒരു ദിവസം അവിടെ കാത്തു നിൽക്കേണ്ടി വരും, 2 ദിവസം കാത്തു നിൽക്കേണ്ടി വരും. ഇനിയും അതല്ലെങ്കിൽ ദിവസങ്ങളോളം കാത്തു നിന്നിട്ടാണ് പിറന്ന നാടിന്റെ മണ്ണിൽ നിന്നും തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യന് തന്റെ നാട്ടിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ കാവലിൽ നിൽക്കുന്ന പട്ടാളക്കാരന്റെ ആവശ്യാനുസരണമുള്ള സൗജന്യം നേടിയെടുത്താൽ മാത്രമാണ് അവർക്ക് അങ്ങ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ റഫയിലേക്ക് എത്തുമ്പോ റഫാ അതിർത്തിയിൽ വാതിൽ പടികൾ അടച്ചു വെച്ചിട്ടുണ്ടാകും. ആ അടച്ചു വെക്കപ്പെട്ട വാതിൽ പടിയുടെ സമീപത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തു നിൽക്കുമ്പോ അവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സങ്കീർണതകൾ സൃഷ്ടിക്കും, പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നമ്മളെ കടത്തിവിടാതിരിക്കുവാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യും. ഒടുവിൽ നമുക്ക് ആ റഫയുടെ അതിർത്തി കടന്നിട്ട് ഗസ എന്ന് പറയുന്ന പ്രദേശത്തേക്കൊന്ന് കടന്നു ചെല്ലാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ 2 ഭാഗത്തും നമ്മൾ കാണുന്നത് വർണ്ണക്കടലാസിൽ പൊതിയപ്പെട്ട വർണ്ണമായ കടും വർണ്ണ നിലത്തിലുള്ള ബലൂണുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ വിചാരിക്കും യുദ്ധം നടക്കുമ്പോഴും ഗസ അതിനെ ആഘോഷിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് ആ ബലൂണുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ക്യാമറകളാണ്.
ആ ക്യാമറകളിലൂടെ സ്വന്തം മണ്ണിൽ നടന്നു പോകുന്ന ഫലസ്തീനി പൗരന്റെ രഹസ്യവും പരസ്യവും ചോർത്തിയെടുക്കുന്ന നാണംകെട്ട നടപടി പ്രകമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഇസ്രയേൽ എന്ന് പറയുന്നത്. അതനുഭവിക്കേണ്ടി വരുന്ന ജനവിഭാഗത്തിന്റെ പേരാണ് ഫലസ്തീൻ ജനത എന്ന് പറയുന്നത്. ആ നാട്ടിലൂടെ കടന്നു പോകുമ്പോ, റഫയുടെ അതിർത്തി കടന്നു പോകുമ്പോ, ഇരുവശങ്ങളിലായി ഉയരത്തിൽ പറക്കുന്ന ബലൂണുകളിൽ ക്യാമറ സ്ഥാപിച്ചിട്ട് അവിടെയുള്ള ജനങ്ങളുടെ രഹസ്യം മുഴുവനും ചോർത്തിയെടുക്കുകയാണ്. അവിടെയും അവസാനിച്ചില്ല. ഹെറോൺ TP എന്ന് പേരുള്ള ആളില്ലാ വിമാനം 12,200 അടി ഉയരത്തിൽ പറക്കുന്ന ആളില്ലാ വിമാനത്തിന്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ട ക്യാമറകളുണ്ടല്ലോ, ആ ക്യാമറകളിലൂടെ ഫലസ്തീനിലെ ഗസയിലെ പ്രദേശത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും രഹസ്യവും പരസ്യവും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം കല്യാണം കഴിഞ്ഞ് വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന പുതുമണവാളന്റെയും പുതുമണവാട്ടിയുടെയും രഹസ്യം പോലും സൂക്ഷിക്കാൻ അവകാശമില്ലാത്ത ഒരേ ഒരു ജനവിഭാഗമേ ഈ മണ്ണിന്റെ മുകളിൽ ഉണ്ടാകൂ. ആ മനുഷ്യരുടെ പേരാണ് ഫലസ്തീൻ ജനത എന്ന് പറയുന്നത്. അവരെയാണ് പ്രിയപ്പെട്ടവരെ മാധ്യമങ്ങൾ ഭീകരവാദി എന്ന് വിളിക്കുന്നത്. എന്താണ് അവർ ചെയ്ത തെറ്റ് എന്നറിയുമോ? എന്റെ രഹസ്യം ചോർത്തരുതേ എന്ന് പറഞ്ഞതാണ്. രാത്രിയും പകലും ഞങ്ങൾ നടന്നു പോകുമ്പോ ഭാര്യയും സന്താനങ്ങൾക്കുമൊപ്പം എന്റെ ജീവിതത്തിൽ രഹസ്യമായി പങ്കിടുവാനുള്ള എന്റെ അവകാശത്തെ ക്യാമറ കണ്ണുകൾ ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുക്കരുതേ ഇസ്രയേലി നരാധമന്മാരെ എന്ന് പറയുന്ന പാവപ്പെട്ട ഫലസ്തീൻ ജനതയെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പേരിട്ട് വിളിക്കുന്നത് ഭീകരവാദികളെന്ന. അവർ ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? എന്താ അവർ ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനം? അവർ ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനം എന്റെ രഹസ്യം ഒപ്പിയെടുക്കരുതേ എന്നവർ പറയുന്നു എന്നുള്ളതാണ്. എന്റെ രഹസ്യം ഒപ്പിയെടുക്കരുതേ എന്ന് പറയുന്ന ഫലസ്തീനി മക്കളെ വെടിവെച്ചു കൊന്നിട്ട് ഇസ്രയേലുകാർ പറയും ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് എന്ന്. ചിലര് പറയും 2023 ഒക്ടോബർ 7 തൂഫാൻ അൽ-അഖ്സ എന്ന് പേരിടപ്പെട്ട ഹമാസിന്റെ പോരാളികൾ നടത്തിയ ആ പോരാട്ടത്തിലൂടെയാണ്, ചെറുത്തുനിൽപ്പിലൂടെയാണ് ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് എന്നാ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ചരിത്രം അറിയാത്തത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ചരിത്രത്തെ ബോധപൂർവമായി വക്രീകരിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നം ആരംഭിക്കുന്നത് 1948 മെയ് 15 ഐക്യരാഷ്ട്രസഭയുടെ ആശീർവാദത്തോടുകൂടി, ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ ആശീർവാദത്തോടുകൂടി, രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ പേരിൽ, മതപരമായ താല്പര്യത്തിന്റെ പേരിൽ ഒരു ജനവിഭാഗം സ്വസ്ഥമായി ജീവിച്ച മണ്ണിന്റെ മുകളിലേക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ തുടങ്ങിയതാണോ? അന്ന് മുതലും തുടങ്ങിയതല്ല. അതിനെത്രയോ നാളുകൾക്ക് മുമ്പ് 1948 മെയ് 15 ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത്. ചിലർ വിചാരിക്കും അന്ന് മുതൽ ആ പ്രശ്നം തുടങ്ങിയത് എന്ന്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. 1917 ആർതർ ബാൽഫർ എന്നു പേരുള്ള ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി 67 വാചകങ്ങളുള്ള ഒരു പ്രഖ്യാപനം നടത്തി. ബാൽഫർ ഡിക്ലറേഷൻ എന്നാ അതിന് പറയുക. ആ ബാൽഫർ ഡിക്ലറേഷനിലൂടെ ലോകത്ത് ജനതയില്ലാതെ, ഭൂമിയില്ലാതെ നടന്ന ഒരു ജനതയ്ക്ക് തങ്ങൾ ഭൂമി കൊടുക്കുന്നു എന്ന് വരുത്തി തീർത്തു. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം? ഞാൻ ഈ ചരിത്രം പറയുമ്പോ അതൊരു മതപരമായ വിഷയമായിട്ട്, ഒരു തിയോളജിക്കൽ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതൊരു പൊളിറ്റിക്കൽ സബ്ജക്റ്റാ. എന്താ പൊളിറ്റിക്കൽ സബ്ജക്ട്? ഇത് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ സ്ഥാപിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ പേര് സയനിസം എന്നാണ്. സയനിസം എന്ന് പറഞ്ഞാൽ ജെറുസലേമിന്റെ മറ്റൊരു പേരാണ്. ജെറുസലേമിന്റെ അടുക്കലുള്ള ഒരു കുന്നിന്റെ പേരാണ് സിയോൺ എന്ന് പറയുന്നത്. ആ സിയോൺ എന്ന് പറയുന്ന കുന്നിന്റെ പേരിൽ ജെറുസലേമുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് സയനിസം. ആ സയനിസത്തെ സ്ഥാപിച്ചത് 1896 ജോയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ തിയോഡർ ഹെർസലാണ്. തിയോഡർ ഹെർസൽ തൊട്ടടുത്ത വർഷം സ്വിറ്റ്സർലൻഡിലെ ബേസിൽ എന്ന് പറയുന്ന പ്രദേശത്ത് 200 രാജ്യങ്ങളിലെ 17 രാജ്യങ്ങളിലെ 200 പ്രതിനിധികളെ വിളിച്ചിട്ട് ഒരു സമ്മേളനം നടത്തി. അതാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നതിന്റെ ആദ്യത്തെ പടി.
1993 തിയോഡർ ഹെർസൽ മരിച്ചു. അയാൾക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ 1904 മരണപ്പെട്ട തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന മനുഷ്യൻ 1903 പോലും ആഗ്രഹിച്ചത് ഉഗാണ്ടയിൽ നമുക്ക് ഇസ്രയേൽ സ്ഥാപിക്കാമെന്നാണ്. ഉഗാണ്ടയിൽ ഇസ്രയേൽ സ്ഥാപിക്കാം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഫലസ്തീൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ പോലും ലക്ഷ്യമായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ വെട്ടിമുറിച്ചിട്ട് അവിടെയുള്ള അറബ് ജനതയെ തുരത്തി ഓടിച്ചിട്ട് ലക്ഷോപലക്ഷം മനുഷ്യർ ഇന്നും പിറന്ന മണ്ണിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ വ്യത്യസ്തമായ രാജ്യങ്ങളുടെ ഇരുമ്പ് പറകൾ കൊണ്ട് മറയ്ക്കപ്പെട്ട ടാർപോളിനടിച്ച തിൻഷീറ്റ് കൊണ്ട് കുത്തി മറയ്ക്കപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ നരകതുല്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ഒക്കെ പിന്നിൽ ചില രാജ്യങ്ങളുടെ മതപരമായ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇടപെടലായിരുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഫലസ്തീനികളെ ഹമാസുകാരെ അല്ലെങ്കിൽ ഗസക്കാരെ ഭീകരവാദി എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? ഭീകരവാദി എന്ന് വിളിക്കരുത് എന്ന് അവർക്ക് ലോകത്തോട് ആവശ്യപ്പെടാൻ കഴിയുന്നില്ല. കാരണം അവരൊരു ഭീകരവാദ പ്രവർത്തനവും ചെയ്യുന്നില്ല. ഭീകരവാദ പ്രവർത്തനം ചെയ്യാത്ത അവരെ നിരന്തരമായി ഭീകരവാദി എന്ന് വിളിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യം എന്താണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം. അവര് പറയുന്നത് രഹസ്യമൊപ്പിയെടുക്കുന്നതിന് വേണ്ടി ആകാശത്തിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഹെറോൺ ടിപി എന്ന് പേരുള്ള ആളില്ലാ വിമാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ക്യാമറകളിലൂടെ തങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു ജനതയ്ക്ക് രഹസ്യമില്ല, സ്വകാര്യതകളില്ല. സ്വകാര്യതകൾ മുഴുവനും അങ്ങ് ഇസ്രയേലിന്റെ പാർലമെന്റിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ പ്രതിരോധ മന്ത്രി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗതികെട്ട ഒരു സമീപനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫലസ്തീൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നു, ഞങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ ചോർത്തിയെടുക്കരുതേ എന്ന്. അങ്ങനെ പറഞ്ഞാൽ അതിനെ മലയാളത്തിൽ വെണ്ടക്കാക്ഷരത്തിൽ അച്ചുതരത്തുന്ന മാധ്യമങ്ങളടക്കം വിളിക്കുന്ന പേരെന്തെന്നറിയുമോ? ഭീകരവാദം. ഭീകരവാദം എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെ വിളിക്കുക. രണ്ടാമതൊന്നും കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ഗസയിലേക്ക് കടന്നാൽ അതിർത്തിയുടെ സമീപത്ത് കാണുന്ന ബലൂണുകൾ കടന്നിട്ട് ആ കൊച്ചു പ്രദേശത്തേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കിലോമീറ്ററുകൾക്കും ഇടയിൽ നിങ്ങൾക്ക് ചെക്ക് പോസ്റ്റുകൾ കാണാൻ സാധിക്കും. ഓരോ കിലോമീറ്ററുകൾക്കുമിടയിൽ നിങ്ങൾക്ക് ചെക്ക് പോസ്റ്റുകൾ കാണാൻ സാധിക്കും. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെക്ക് പോസ്റ്റുകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഫലസ്തീനിലെ ജനതയ്ക്ക്, വെസ്റ്റ് ബാങ്കിലെ ജനതയ്ക്ക്, ഗസയിലെ ജനതയ്ക്ക്, ആ ജനതയ്ക്ക് സ്വന്തം മണ്ണിലൂടെ നടന്നു പോകണമെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയിലേക്ക് പനിച്ചു പൊരിയുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഒരു പാരസെറ്റമോൾ ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ ആശുപത്രിയിലേക്കൊന്ന് പോകണമെങ്കിൽ ഇസ്രയേൽ സൈനികന്റെ ഓശാരത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഗതികേടിന്റെ പേരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫലസ്തീൻ എന്ന് പറയുന്നത്. പരിച്ചു പൊരിയുന്ന ഭരണവക്ത്രത്തിൽ പിടയുന്ന പ്രിയപ്പെട്ട മകനെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ടൊരു ഉമ്മ ആശുപത്രിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് വരുമ്പോ വീട്ടിന്റെ മുന്നിൽ സ്ഥാപിക്കപ്പെട്ട ചെക്ക് പോസ്റ്റുകൾക്ക് മുന്നിൽ ഇസ്രയേലി അടയാഭരണങ്ങൾ ധരിച്ച, ഇസ്രയേലിന്റെ പട്ടാളത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ച സൈനികർ കാത്തുനിൽപ്പുണ്ടാവും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞാലും ആ ഉമ്മക്ക് കടന്നു പോകാൻ കഴിയില്ല. തെളിവുകൾ ചോദിക്കും, എവിഡൻസുകൾ ആവശ്യപ്പെടും. അങ്ങനെ ഒന്നും നൽകിയാൽ പോലും ഒരു പക്ഷേ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രിയപ്പെട്ട മകനെ ഒന്ന് കാണിക്കാൻ ആശുപത്രിയിലേക്ക് പോകാൻ ഒരു ഉമ്മക്ക് കഴിയാത്ത ഒരു ഇടമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. അങ്ങനെ പോകാൻ കഴിയാതെ എത്രയോ കുട്ടികൾ ചെക്ക് പോസ്റ്റുകൾക്ക് മുന്നിൽ പിടഞ്ഞു മരിച്ചതിന്റെ വാർത്തകൾ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ കേട്ടിട്ടുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്താണ് ആശുപത്രി. മരണം കാത്തുകിടക്കുന്ന കുഞ്ഞിനെ തോളിൽ വാരിയിട്ടിട്ട് ആശുപത്രിയിലേക്ക് ആതുര സേവനത്തിന് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത കാപാലികന്മാർ ചെക്ക് പോസ്റ്റുകൾ തീർത്തിട്ട് ഒരു ജനതയെ തടഞ്ഞിടുമ്പോ ആ ജനത പറയുന്നു, മരിക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട മകനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള അവകാശം എനിക്ക് വേണം എന്നാണ് ഫലസ്തീനികൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിനെയാണ് ഇവർ വിളിക്കുന്നത് ഭീകരവാദം. ഭീകരവാദം എന്ന് വിളിക്കും. അവിടെയും അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടു, 40 കിലോമീറ്റർ നീളമുള്ള 12 കിലോമീറ്റർ വീതിയുള്ള ഒരു പ്രദേശത്തിന്റെ പേരാണ് ഗസ എന്ന് പറയുന്നത്. അതിൽ 40 കിലോമീറ്ററും കടൽപ്പരപ്പാണ്. കടൽപ്പരപ്പെന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടാകും. കാരണം നമ്മളൊക്കെയും വൈകുന്നേരങ്ങളിൽ ജീവിതത്തിന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ബീച്ചുകളിലേക്കൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് ഫലസ്തീനികൾക്ക്
പ്രത്യേകിച്ച് ഗസക്കാർക്ക് എപ്പോഴും കടലിന്റെ ഓളങ്ങളും മലയൊളികളും കേട്ടുകൊണ്ടിരിക്കാമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കടൽ തീരത്ത് താമസിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിക്ക് സ്വന്തം വീട്ടുമുറ്റത്തുള്ള കടലിലേക്ക് ഇറങ്ങിയിട്ട് ഉച്ചനേരത്തൊന്ന് കറിവെക്കാൻ ഒരു മത്സ്യത്തെ പിടിക്കണമെങ്കിൽ ഇസ്രയേലിന്റെ സൈനിക അധിപന്മാരുടെ മുന്നിൽ മുട്ടിലിഴയേണ്ടി വരുന്ന ഗതികേടിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഫലസ്തീൻ എന്ന് പറയുന്നത്. സ്വന്തം വീട്ടുമുറ്റത്ത് അലമാലകൾ ആഞ്ഞടിക്കുന്ന സാഗരത്തിലേക്ക് ഇറങ്ങിയിട്ട് തന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വിശന്ന് കഴിയുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന് ഒരു കറി വെക്കാൻ, മീൻ പിടിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോ ഇസ്രയേലുകാരൻ പറഞ്ഞു, മീൻ പിടിച്ചോ, പക്ഷേ 10 നോട്ടിക്കൽ മൈലിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. 10 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന അളവ് നമുക്കറിയാം. കടലുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ വളരെ കുറഞ്ഞ ഒരു ദൂരമാണത്. അവിടെ പോയാൽ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യമൊന്നും കിട്ടാറില്ല. അവര് പുറം കടലിലേക്കാണ് പോവുക. പുറം കടലിലേക്ക് പോകാൻ അനുവദിക്കില്ല. ഇനി ഒരു മനുഷ്യൻ കടലിലേക്ക് ഇറങ്ങുമ്പോ നിശ്ചിത അകലങ്ങളിലായി സ്ഥാപിക്കപ്പെട്ട പടക്കപ്പലുകളിൽ പീരങ്കികൾ അവന്റെ നേരെ തിരിച്ചു വെക്കും. അവൻ കടന്നുപോയ ദൂരം എത്രയെന്ന് അളക്കാൻ അവിടെ മാപിനി ഉണ്ടാവില്ല. ഇസ്രയേലുകാരന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ നെഞ്ചത്തേക്ക് അവൻ വെടിവെക്കും. പോകുന്ന ഫൈബർ വള്ളത്തിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന എത്രയോ മത്സ്യത്തൊഴിലാളികളുടെ ജനാസകൾ ചുമലിലേറ്റിട്ട് കണ്ണീരോടുകൂടി നടന്നുപോയവന്റെ പേരാണ് ഗസക്കാരൻ അല്ലെങ്കിൽ ഫലസ്തീനി എന്ന് പറയുന്നത്. സ്വന്തം വീട്ടുമുറ്റത്തെ കടൽ വളപ്പിലിറങ്ങിയിട്ട് ഒരു മത്സ്യം പിടിക്കാനുള്ള അവകാശമില്ലാത്തവന്റെ പേരാണ് ഫലസ്തീനി. ഇനി ആ കടലിന്റെ ഓളപ്പരപ്പുകൾക്ക് സമീപം പരന്നു കിടക്കുന്ന മണൽ തരികളിലൂടെ തന്റെ 7 വയസ്സുള്ള തന്റെ 8 വയസ്സുള്ള കുട്ടിയെ ഒന്ന് പട്ടം പറത്താൻ അനുവദിക്കാമെന്ന് ഒരു ഉപ്പ വിചാരിക്കട്ടെ. വൈകുന്നേരങ്ങളിൽ സൂര്യനസ്തമിക്കുന്ന സമയത്ത് മനോഹരമായ അസ്തമാന ശോഭ കാണാൻ വേണ്ടിയിട്ട് കടൽ തീരത്തേക്ക് വന്നിട്ട് ആകാശത്തേക്ക് ആഹ്ലാദത്തിന്റെ ഭാഗമായിട്ട് ഒരു ബലൂൺ ഉയർത്തിയാൽ, ഒരു പട്ടം പറത്തിയാൽ, പട്ടം പറത്തുന്ന പിഞ്ചു കുഞ്ഞിന്റെ നെഞ്ചിന്റെ നേരെ വെടിവെക്കുന്ന ഭീകരതയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർ ചെയ്ത കുറ്റമെന്താ? ഭീകരവാദമല്ല. സ്വന്തം വീട്ടുമുറ്റത്തെ മണൽപ്പരപ്പിൽ പട്ടം പറത്തിയ കാരണത്തിന്റെ പേരിൽ നെഞ്ചത്ത് വെടിയേറ്റ് പിടഞ്ഞു വീട് വരച്ചു പോയ ഫലസ്തീനിന്റെ മക്കളുടെ കഥ അറിയുമോ പ്രിയപ്പെട്ടവരെ? അവരെയാണ് നമ്മൾ ഭീകരവാദി എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ വിപണികളിൽ വിൽക്കപ്പെടുന്നതായ ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് പ്രിയപ്പെട്ട മക്കളുടെ മുന്നിലേക്ക് വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ ചോര പുരണ്ട ആഹാരമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കഴിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇസ്രയേലിന്റെ നരാധമന്മാർ പാവപ്പെട്ട പിഞ്ചു മക്കളുടെ നെഞ്ചത്തേക്ക് വെടികുതിർക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ശേഖരണം നടത്തുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പ്രിയപ്പെട്ട മക്കൾക്ക് മുന്നിൽ കാഴ്ചവെക്കുമ്പോ എന്റെ ഉപ്പ, മനസ്സമാധാനമില്ലാതെ നമുക്ക് എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? മനസ്സമാധാനത്തോടു കൂടി എങ്ങനെയാ നമുക്ക് ജീവിക്കാൻ കഴിയുക? കാരണം ഇസ്രയേലിന്റെ പാവപ്പെട്ട പെഞ്ചുകുഞ്ഞിന്റെ ഗദ്ഗതവും കണ്ണീരും ചോരത്തുള്ളികളും പിരണ്ട ആഹാരമാണ്, ഇസ്രയേലിന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. അവിടെയുള്ള കുട്ടികൾ ഭീകരവാദം ചെയ്തതുകൊണ്ടല്ല അവരെ കൊല്ലുന്നത്, തീവ്രവാദം ചെയ്തതുകൊണ്ടല്ല അവരെ കൊല്ലുന്നത്. കടും വർണ്ണ നിലത്തിലുള്ള ബലൂണുകൾ മുകളിലേക്ക് പകർത്തിയിട്ട് ഒരു വൈകുന്നേരത്തിന്റെ സായം സന്ധ്യയില് പ്രിയപ്പെട്ട ഉപ്പയുടെ കൈ പിടിച്ചിട്ട് കുഞ്ഞിളം കാലുകളിൽ മണൽ പതപ്പുകളിൽ പതപ്പിച്ചിട്ട് നടന്നു പോയപ്പോ ബലൂൺ പറത്തി എന്ന കുറ്റത്തിന്റെ പേരിൽ വെടിവെച്ചു കൊല്ലപ്പെട്ട എത്രയോ മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെയും അവസാനിക്കുന്നില്ല. പട്ടം പറത്തിയാലും അത് കുറ്റമാണ്. നിങ്ങൾക്കറിയാം, ഗസയിൽ ഇപ്പൊ ഉപരോധമാണ്. ഉപരോധമെന്ന് പറഞ്ഞാൽ ആ നാടിന് പുത്തരിയല്ല. കാരണം എല്ലാ ദിവസവും അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇവർ പറയുന്നു ഹമാസ് പോരാളികളെ പ്രതിരോധിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഫലസ്തീനിന്റെ ഭാഗമായ വെസ്റ്റ് ബാങ്കിലേക്ക് നിങ്ങൾ ചെല്ല്. അവിടെ ഹമാസ് അല്ലല്ലോ ഭരിക്കുന്നത്, അവിടെ ഫത്ഹ് പാർട്ടിയാ ഭരിക്കുന്നത്. ഫത്ഹ് പാർട്ടി ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നിലനിൽക്കുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് പ്രിയപ്പെട്ടവരെ, ഇന്നലെയാണ് വെസ്റ്റ് ബാങ്കിന്റെ മുകളിലേക്ക് ഡ്രോൺ വർഷിച്ചിട്ട് 5 മനുഷ്യരെ കൊന്നുകളഞ്ഞത്. അത് വാർത്തകളിൽ വന്നു. വാർത്തകളിൽ വരാത്ത എത്രയോ സംഭവങ്ങളുണ്ട്. ഓരോ വൈകുന്നേരങ്ങളിലേക്കും വെസ്റ്റ് ബാങ്കിലെ വീട്ടിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഇസ്രയേലിന്റെ പട്ടാളക്കാർ മുട്ടികിട്ട് കൈപിടിച്ച് വിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? 10,000-കണക്കിന് എണ്ണമാണ്. ആരാ തിരിച്ചു വന്നത്? ഇസ്രയേലി പട്ടാളക്കാരന്റെ കയ്യിൽ വിലങ്ങണിയിക്കപ്പെട്ട് കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരനും വെസ്റ്റ് ബാങ്കിലേക്ക് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വരാതിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ശബ്ദമുയർത്തിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മാധ്യമങ്ങൾ പറയും ഫലസ്തീനികൾ ഭീകരവാദം ചെയ്യുന്നു.
എല്ലാവരും പറയുന്നു ഫലസ്തീനികളോടൊക്കെ നമുക്ക് സ്നേഹമുണ്ട്, നമ്മുടെ പ്രശ്നം ഹമാസാണ്. ഹമാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിരോധ പ്രസ്ഥാനമല്ല പ്രിയപ്പെട്ടവരെ. 2006 മുതൽ ഇന്ന് എത്രയാ, 2023 അവസാനിക്കാൻ പോകുന്നു. 2006 മുതൽ അവിടെയുള്ള ജനങ്ങൾ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത മനുഷ്യരുടെ സംഘത്തിന്റെ പേരാണ് ഹമാസ്. വലിഞ്ഞു കയറി വന്നവരല്ല, ഹെലികോപ്റ്ററിൽ വന്നവരല്ല, കെട്ടിയിറക്കിയവരല്ല, ഗസയിലേക്ക് നുഴഞ്ഞു കയറിയവരല്ല. ആ മണ്ണിൽ പിറന്നവരാണവർ, ആ മണ്ണിൽ ജീവിച്ചവരാണവർ. സ്വന്തം കൂടപ്പിറപ്പുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ നരകിക്കുന്നത് കണ്ടപ്പോ മടങ്ങി വരാനൊരിടമില്ലാതെ അന്യരാജ്യങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഖബറൊരുക്കി വെക്കേണ്ടി വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തിന്റെ വിമോചന പോരാട്ടത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരുമിച്ച് കൂടിയ പ്രതിഫലേച്ഛയില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഹമാസ് എന്ന് പറയുന്നത്. ആ ഹമാസിനെയാണ് വിളിക്കുന്നത്, അവരാണ് പ്രശ്നം. ഹമാസ് ചെയ്തത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഹമാസ് എന്ന് പറഞ്ഞാൽ ഗസയാണ്, ഗസ എന്ന് പറഞ്ഞാൽ ഹമാസാണ്. അതുകൊണ്ടാണ് ഹിബ എന്ന് പേരുള്ള 5 വയസ്സുകാരി വെസ്റ്റ് ബാങ്കിലുള്ള തന്റെ അമ്മായി വിളിച്ചിട്ട് ആ കുട്ടിയോട് ചോദിച്ചു. ആ ഫോൺ ശകലങ്ങൾ വീഡിയോ ക്ലിപ്പുകളായി നമ്മുടെയൊക്കെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ വന്നിട്ടുണ്ട്. വിശ്വസനീയമാണ്, അൽ ജസീറ പുറത്തുവിട്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീഡിയോ ക്ലിപ്പിൽ ഹിബ എന്ന് പേരുള്ള 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി വെടിയൊച്ചകൾ മുഴങ്ങിക്കേക്കുന്ന, കളിക്കൂട്ടുകാർ പിടഞ്ഞു വീണ, സ്കൂളിന്റെ മുറ്റത്തേക്ക് പോകാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിരുന്ന ബെഞ്ചിന്റെ മുകളിൽ രക്തകർണത്തിലുള്ളതായ ചിത്രങ്ങൾ വെച്ചിട്ട്, പുഷ്പങ്ങൾ വെച്ചിട്ട് സ്കൂളുകൾ അടച്ചുമൂടപ്പെട്ട പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ പള്ളിക്കൂടത്തിന്റെ മുകളിലേക്ക്, സ്കൂൾ ബാഗിന്റെ മുകളിലേക്ക്, വാട്ടർ ബാഗിന്റെ മുകളിലേക്ക് ബോംബ് വർഷിക്കുന്ന ഇസ്രയേലി നരമേധത്തിന്റെ തീക്കളി കൊണ്ടാടപ്പെടുന്ന ആ കൊച്ചു ഗ്രാമത്തിലെ ഗസയിലെ ഹിബ എന്ന് പേരുള്ള 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മാവി ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മകളെ നീ വെസ്റ്റ് ബാങ്കിലേക്ക് വാ, വെസ്റ്റ് ബാങ്കിൽ നിനക്ക് താമസിക്കാം, ഇവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പറയുന്നത് എന്തെന്നറിയുമോ? എന്റെ ഉപ്പ രാവിലെ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്, പാലൊന്നും കിട്ടാക്കനിയാണ് ഇവിടെ, എന്റെ വാപ്പ എനിക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരും. പക്ഷേ 5 വയസ്സുള്ള കുട്ടി അമ്മായിയോട് പറഞ്ഞത്, എന്റെ ഉപ്പ തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാകണം, എന്റെ ഗിസ്സ എന്റെ ജീവനാണ്, അതുകൊണ്ട് യുദ്ധം കഴിയട്ടെ, വെസ്റ്റ് ബാങ്കിലേക്ക് ഞാൻ വരാം. യുദ്ധമുള്ളപ്പോൾ ഒരു ഭീരുവിനെ പോലെ എന്റെ പിറന്ന മണ്ണിന്റെ സ്വപ്നങ്ങൾ ഈ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്ന 5 വയസ്സുകാരിയുടെ മണ്ണാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗസ എന്ന് പറയുന്നത്. ഹാദി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ലോകമാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ ചിത്രത്തിലുള്ളത് ഒരുപാട് തവണ നമ്മൾ കണ്ടതാണല്ലോ. ആ ചിത്രങ്ങളിൽ ആ 3 വയസ്സുള്ള കുട്ടി തന്റെ വെത്തക്കൈ പോലെയുള്ള കുഞ്ഞു കൈകൾ കൊണ്ട് കണ്ണു തിരുമുകയാണ്. വാപ്പ മരണപ്പെട്ടു, സഹോദരനും ഉമ്മയും മരണപ്പെട്ട, മാതാവും പിതാവും സഹോദരനുമൊക്കെ നഷ്ടപ്പെട്ടിട്ട് തന്റെ അമ്മാവിയുടെ കയ്യിൽ പിടിച്ചിട്ട് വിതുമ്പി കരയുന്ന 3 വയസ്സുകാരിയുടെ കണ്ണീരിന്റെ പേരാണ് ഗസ. അപ്പോൾ നമ്മൾ വിചാരിക്കും യുദ്ധം കാരണം ഗസക്കാരൊക്കെ ഭയന്ന് വറച്ചിരിക്കുകയാണ് എന്ന്. ഗസക്കാരെ കൊന്നാൽ അവർ പേടിച്ചു പോകുമെന്നാണ് ഇസ്രയേലുകാർ വിചാരിക്കുന്നത്. ഗസക്കാരെ കൊന്നാൽ അവർ ഭയചകിതരായി പോകുമെന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. ലോകത്തെ മുതലാളിത്ത ശക്തികളൊക്കെയും വിചാരിക്കുന്നത് കൊന്നുകളഞ്ഞാൽ അവർ പേടിക്കുമെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവിടെയുള്ള ഓരോ മനുഷ്യരുടെയും വീടുകളിൽ മരണപ്പെടുന്ന രക്തസാക്ഷികളുടെ അവരുടെ ചേതനയേറ്റ ശരീരത്തെ ചുമലിലേറ്റിക്കിട്ട് പോകുന്ന മനുഷ്യരുടെ നാടാണ് പ്രിയപ്പെട്ടവരെ ഗസ എന്ന് പറയുന്നത്, ഫലസ്തീൻ എന്ന് പറയുന്നത്. ഒരിക്കലും മരണം അവരെ ഭയപ്പെടുത്തില്ല. മരണത്തെ കാട്ടിയിട്ട് ഭീതിപ്പെടുത്തി വീട്ടിന്റെ ഉള്ളിലേക്ക് അവരെ കൊണ്ടുപോകാമെന്ന് ഒരു സൈനികനും വിചാരിക്കുകയും വേണ്ട. കാരണം മരണത്തെ പേടിക്കാത്തവരാണവർ, മരണത്തെ മണവാളനെ പോലെ സ്വീകരിക്കുന്നവരാണവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുമുണ്ട്. 2012 നവംബർ മാസമുണ്ടല്ലോ, 2012 നവംബർ മാസത്തില് വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫിയുടെ അവാർഡ് നേടിയ ഒരു ചിത്രമുണ്ട്. ഓസ്ട്രിയൻ പത്രപ്രവർത്തകനായ പേൾ ഹൻസൻ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പകർത്തിയ ചിത്രം. എന്താണ് പ്രിയപ്പെട്ടവരെ ആ ചിത്രം എന്ന് നിങ്ങൾക്കറിയോ? ഫുആദ് ഹിജാസി എന്ന് പേരുള്ള ഒരു ഗസക്കാരൻ, അദ്ദേഹത്തിന് 12 മക്കളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട്
വീഡിയോ തുറന്നു വെച്ചിട്ട്, TV തുറന്നു വെച്ചിട്ട് യുദ്ധവാർത്തകൾ കണ്ടുകൊണ്ടിരുന്ന ഫുആദ് ഹിജാസി എന്ന് പറയുന്ന മനുഷ്യന്റെ വീടിന്റെ മുകളിലേക്ക് ബോംബ് വർഷിച്ചു. ഇസ്രയേലിന്റെ പട്ടാളക്കാർ ബോംബ് വീണ് തരിപ്പണമായപ്പോൾ ഉപ്പയും ഉമ്മയും മക്കളുമൊക്കെ മരിച്ചുപോയി. കുറച്ചുപേര് മാത്രം രക്ഷപ്പെട്ടു. 3 മക്കൾ മരിച്ചു. മരിച്ച 3 മക്കളിൽ ഒരാളുടെ പ്രായം 2 വയസ്സാണ്, വേറൊരാളുടെ പ്രായം 3 വയസ്സാണ്. ആ 2 മക്കളെയും ചുമലിലേറ്റിയിട്ട് ചോര പുരണ്ട പിഞ്ചുമക്കളുടെ ശരീരവുമായിട്ട് ആശുപത്രിയിലേക്ക് പോയി. അതിനുശേഷം പള്ളിയിലേക്ക് ജനാസ അടക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ചിത്രത്തെ പേൾ ഹൻസൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ തന്റെ ക്യാമറ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തിട്ട് ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 വയസ്സുള്ള 2 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുട്ടികളുടെ ചേതനയേറ്റ രക്തം പുരണ്ട ശരീരത്തെ ചുമലിലേറ്റിയിട്ട് പള്ളിയിലേക്ക് ആത്മാഭിമാനത്തോടുകൂടി നടന്നു പോകുന്ന ഗസക്കാരുടെ ചിത്രം കണ്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഗസക്കാര് മരണം കണ്ടിട്ട് പേടിച്ചു പോകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. ആ ഫുആദ് ഹിജാസിയും ആ 2 വയസ്സായ കുട്ടിയും ഭീകരവാദ പ്രവർത്തനം ചെയ്തതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ പള്ളിയിലേക്ക് അവരെ വലിച്ചിഴക്കപ്പെട്ടത്. അവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ ചുമലിലേറ്റിട്ട് ചോരയിട്ടുന്ന ശരീരവുമായി സഹോദരങ്ങൾക്ക് പള്ളിയിലേക്ക് പോകേണ്ടി വന്നത് അവർ ലോകത്തെന്തെങ്കിലും അപരാധങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിലല്ല. 2 വയസ്സും 3 വയസ്സും മാത്രമുള്ള കുട്ടിയുടെ മുകളിലേക്ക് പോലും ബോംബ് വർഷിക്കാൻ ഒരു മടിയുമില്ലാത്ത കിരാതത്വത്തിന്റെ, ആസരുതയുടെ, നിഷ്ഠൂരതയുടെ പേരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്രയേൽ എന്ന് പറയുന്നത്. അതനുഭവിക്കുന്ന ജനതയാണ് ഫലസ്തീനിന്റെ ജനത. നമുക്കറിയാം ആ ഫലസ്തീനിന്റെ ജനതയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ, അവരുടെ 12.5 ലക്ഷം കുട്ടികളാണ് ഗസയിലുള്ളത്. മൊത്തം ജനസംഖ്യ 23 ലക്ഷം. അതിൽ 12.5 ലക്ഷത്തോളം കുട്ടികളാണ്. ജനസംഖ്യയുടെ 50% കുട്ടികളാണ്. 14 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടികളാണ്. ആ കുട്ടികൾക്ക് മുകളിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തെ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ആയുധ ശേഖരങ്ങൾ കൊണ്ടുവന്ന് കുമിഞ്ഞുകൂടുമ്പോ കോൺക്രീറ്റ് സൗധങ്ങൾക്കിടയിൽ പടഞ്ഞു ഭരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ കണക്കെടുത്തിട്ട് ലോകത്തിലെ ഒരു മാധ്യമങ്ങളും ആ മനുഷ്യത്വ ഹിതത്വം, ആ മനുഷ്യ ഹത്യക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, അത്തരത്തിൽ ഫലസ്തീനിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇട്ടാൽ ആ പോസ്റ്റുകൾ തന്നെ നീക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. ആ പോസ്റ്റുകൾ തന്നെ നീക്കം ചെയ്യും. എന്താ ചെയ്യുന്നത്? 2ാം ഇൻതിഫാദയുടെ സമയത്ത് ലോകമാധ്യമങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ട്. എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? മുഹമ്മദ് ദുറ എന്ന പേരുള്ള ഒരു ഫലസ്തീനി, ടീഷർട്ട് ഇട്ട, നന്നായിട്ട് ക്ലീൻ ഷേവ് ചെയ്ത, അവിടെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. തന്റെ മകനെയും പിടിച്ചിട്ട് അദ്ദേഹം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇസ്രയേലിലെ പട്ടാളക്കാരുടെ മുന്നിൽപ്പെട്ടു. ഇസ്രയേലിലെ പട്ടാളക്കാര് ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് നെഞ്ചിന്റെ നേരെ പീരങ്കി ഉയർത്തി വെച്ചപ്പോ അദ്ദേഹത്തിന്റെ മകൻ കയറിയിട്ട് വാപ്പയെ വെടിവെക്കല്ലേ എന്ന് പറഞ്ഞു തീരുന്നതിന്റെ മുന്നേ ആ കൊച്ചുകുട്ടിയുടെ നെഞ്ചത്തേക്കാണ് ഇസ്രയേല് പട്ടാളക്കാരന്റെ വെടിപതിച്ചത്. പോയിന്റ് ബ്ലാങ്കില് വെടിയേറ്റ് 3 തവണ വെടിയേറ്റ് ഉപ്പയുടെ മടിയിലേക്ക് രക്തം ചിതറിയിട്ട് പിടഞ്ഞ് വീഴുന്ന കുട്ടിയുടെ ചിത്രം ലോകമാധ്യമങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചു. ഫ്രാൻസ് 2 എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് അതിന്റെ ക്യാമറാമാനാണ് ആ ചിത്രത്തെ ലോകത്തിന്റെ മുന്നിൽ മുഴുവനും എത്തിച്ചത്. എപ്പോഴാത്? 2006 സംഭവം. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ടായോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഏതെങ്കിലും വൻകിട ശക്തികൾ ഇന്ന് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള സ്വാഭാവികമായ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ മുഴുവൻ ബലികഴിച്ചിട്ട് മഹാത്മജിയും ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള 1990 വരേക്കും ഈ രാജ്യം പിന്തുടർന്നു പോയ വിദേശ നയകാര്യ തന്ത്രങ്ങളെ മുഴുവനും ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന കിരാത രാജ്യത്തിന് പിന്തുണ നൽകിയ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഞങ്ങളൊക്കെയും ഇന്ത്യക്കാരാണ്. ഞങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നാട്ടിൽ പിറന്നവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 1960 ജവഹർലാൽ നെഹ്റു ഗസ സന്ദർശിച്ചു. ഗസ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോ ആകാശത്ത് വെച്ചിട്ട് അദ്ദേഹം സഞ്ചരിച്ച UN-ന്റെ നിയന്ത്രണത്തിലുള്ള വിമാനത്തിനെ മൊസാദ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ സൈനിക വ്യൂഹം, ഇസ്രയേലിന്റെ ചാര സംഘടനയുടെ നേതൃത്വത്തിൽ UN-ന്റെ വിമാനം തടഞ്ഞു വെച്ചു. മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്തയായി. പക്ഷേ ജവഹർലാൽ നെഹ്റു ഒരക്ഷരവും മിണ്ടിയില്ല. അദ്ദേഹം
1960 ഡിസംബർ മാസം പാർലമെന്റിൽ എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ച് കൂടിയപ്പോ എഴുന്നേറ്റ് നിന്നിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, എന്തുകൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവുമായി നയതന്ത്രം പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടാണ് ഇസ്രയേലിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു അംബാസഡറെ പോലും വെക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ കണ്ടില്ലേ, ഗസ എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒരു പ്രദേശത്തേക്ക് ലോകത്തെ ഏറ്റവും രണ്ടാമത്തെ ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഞാൻ ചെന്നപ്പോ ഞാൻ ചെയ്തത് എന്തോ വലിയ ധിക്കാരമാണ് എന്ന് കരുതികെട്ട് ആകാശത്തിന്റെ മുകളിൽ ഇസ്രയേലിന്റെ ചാരപ്പട മൊസാദിന്റെ ഭീകരന്മാർ എന്നെ തടഞ്ഞു വെച്ചത് നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ബഹുത്വത്തിന്റെ ബഹിതമായ ഉജ്ജ്വലമായ പൈതൃകമുള്ള ഈ രാജ്യം ഇസ്രയേൽ എന്ന് പറയുന്ന കിരാതത്വവുമായി ഒരു തരത്തിലുമുള്ള ബന്ധം പാടില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ നാട്ടിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തത്. 1960 നിങ്ങൾ ഗസയിലേക്ക് ചെന്നാൽ ഗസയിൽ 2 യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒന്ന് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗസ എന്നാണ് പേര്. രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയുടെ പേര് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി എന്നാണ്. അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ ചെന്നാൽ അതിന്റെ അകത്തേക്ക് കയറുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അവിടെ മനോഹരമായി ഒരു ലൈബ്രറി കാണാം. ആ ലൈബ്രറിയുടെ പേരെന്താണെന്ന് അറിയുമോ? ജവഹർലാൽ നെഹ്റു ലൈബ്രറി എന്നാണ്. ജസ്വന്ത് സിംഗ് 2000 ഉദ്ഘാടനം ചെയ്ത ലൈബ്രറിയാണത്. ആ ജവഹർലാൽ നെഹ്റു ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് $70 ലക്ഷം $7 ലക്ഷം നൽകിയെന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അവിടെയും അവസാനിക്കുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തിന് ഫലസ്തീനുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം എത്രയെന്നറിയുമോ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോ ആ സംസ്കാര ചടങ്ങിലേക്ക് വന്നു നിന്ന യാസർ അറാഫത്ത് എന്ന് പേരുള്ള ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന, ഫലസ്തീനിന്റെ പ്രധാനമന്ത്രിയായിരുന്ന യാസർ അറാഫത്ത് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കഫിയ കൊണ്ട് മുഖം തുടച്ചിട്ട് പൊട്ടിക്കരയുന്നു. അടുത്തു നിന്നവർ ചോദിച്ചു, എന്തിനാണ് രാഷ്ട്രനായകനായ ധീരനായ UN-ന്റെ പ്രഭാഷണ വേദിയിലേക്ക് പോലും പിസ്റ്റളുമായി കടന്നു ചെന്ന ധീരനായ ഇസ്രയേലിന്റെ ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്ത നിങ്ങൾ എന്തിനാണ് ഇന്ത്യ മഹാരാജ്യത്ത് വെച്ച് പൊട്ടിക്കരയുന്നത് എന്ന് ചോദിച്ചപ്പോ കഫിയ കൊണ്ട് തന്റെ കണ്ണീർ കണങ്ങളെ തുടച്ചു മാറ്റിയിട്ട് യാസർ അറാഫത്ത് എന്ന് പറയുന്ന ഫലസ്തീനിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മനുഷ്യൻ, ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയുമോ? എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സഹോദരിയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെയാണ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ യാസർ അറാഫത്തിന്റെ ചരിത്രം സാക്ഷി. ഇന്ത്യ മഹാരാജ്യവും ഫലസ്തീനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം പ്രിയപ്പെട്ടവരെ, PLO എന്ന് പറയുന്ന ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടപ്പോ ഐക്യരാഷ്ട്രസഭ ഫലസ്തീനിന്റെ 2 പ്രദേശങ്ങൾക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് അംഗീകാരം നൽകിയപ്പോ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് അവരൊരു നയതന്ത്ര കാര്യാലയം വിദേശ രാജ്യത്ത് തുറന്നു. ആ രാജ്യത്തിന്റെ പേരെന്തെന്നറിയുമോ? ഇന്ത്യ എന്നാണ്. ന്യൂഡൽഹിയിലാ തുറന്നത്. ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആദ്യമായിട്ടുള്ള കാര്യാലയം തുറന്നത് ഇന്ത്യ മഹാരാജ്യത്തിലാണ്. 1967 TS ത്രിമൂർത്തി എന്ന് പറയുന്ന മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഗസയില് ഇന്ത്യയുടെ അംബാസഡറായി സേവനമനുഷ്ഠിച്ച മനുഷ്യനാണ്. അങ്ങനെ എത്രയോ സ്നേഹത്തിന്റെ ഊഷ്മളമായ പൈതൃകം പറയാനുള്ള ഫലസ്തീനിന്റെയും ഇന്ത്യയുടെയും സ്നേഹമസൃണമായ ബന്ധത്തിന്റെ നടുവിലാണ് സാമൂഹിക മാധ്യമത്തിന്റെ കമന്റ് ബോക്സുകളിൽ മരിച്ചു വീഴുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പന്നികൾ ചത്തുതൊലയട്ടെ എന്ന് പറയുന്ന അശ്ലീലത്തിന്റെ കമന്റ് പറയുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ഏത് പ്രത്യേക ശാസ്ത്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഏത് പ്രത്യേക ശാസ്ത്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്കറിയില്ല. മനുഷ്യത്വത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തെയല്ല എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. കാരണം പിടഞ്ഞു മരിക്കുന്ന സുന്ദരവദനമുള്ള നക്ഷത്ര കണ്ണുകളുള്ള 2ഉം 3ഉം വയസ്സുള്ള ചോരകിറ്റിയ ശരീരങ്ങളെ കാണുമ്പോൾ പന്നികൾ ചത്തൊടുങ്ങട്ടെ എന്ന കമന്റ് ഇടാൻ സാമൂഹ്യ മാധ്യമത്തിന്റെ കമന്റ് ബോക്സുകളിൽ പൂണ്ട് വിളയാടുന്ന കാപാലികന്മാർ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പഹിതമായ പൈതൃകത്തിന് അപവാദമാണ് എന്ന് സൂചിപ്പിക്കാനാണ് എൻ്റെ ഈ പ്രഭാഷണത്തിന്റെ സദസ്സിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗസയിൽ 2 യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന്. 2 യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയുടെ പേര് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി എന്ന, മറ്റേ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗസ എന്നാണ്. ആ യൂണിവേഴ്സിറ്റിയാണ് കഴിഞ്ഞ ദിവസം
ഇസ്രയേലിന്റെ പട്ടാളം തകർത്ത് തരിപ്പണമാക്കിയത് ഒരു തവണയല്ല, എത്രയോ തവണ പ്രിയപ്പെട്ടവരെ അതിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. പക്ഷേ എത്ര തവണ തകർത്ത് തരിപ്പണമാക്കിയാലും ശരി, വീണ്ടും വീണ്ടും കൂടുതൽ മികവോടെ പൊലിവോടെ ആ സ്ഥാപനങ്ങൾ അവിടെ കെട്ടി ഉയർത്തപ്പെടുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? 1967 UN എന്ന് പറയുന്ന രാജ്യം വരച്ചു കൊടുത്തൊരു അതിർത്തിയുണ്ട്. ആ അതിർത്തിയുടെ എല്ലാ ലംഘനവുമാണ് ഇസ്രയേൽ എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ വിഭജിക്കപ്പെട്ടു, അവിടെ ഇരിക്കട്ടെ. ചിലർ പറയുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാര്യം വളരെ കൗതുകകരമാണ്. കാരണം അവിടെയുള്ള എല്ലാ ജൂത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും, ഞാനൊരു മതം പറയുന്നതല്ല, ജൂത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും രണ്ട് പൗരത്വമാണുള്ളത്. കാരണം ഭയചകിതരായിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. അവരങ്ങോട്ട് വന്നതിന്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയമുണ്ട്. വ്യത്യസ്തമായ നാടുകളിൽ ചിതറിക്കിറന്നവരാണവർ. കാരണം എന്താണെന്ന് നമുക്കറിയാം. യൂറോപ്പ് എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരാണവർ. എന്തുകൊണ്ടാണ് ആട്ടിയോടിക്കപ്പെട്ടത് എന്നറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഞാനൊരു മതപരമായ വിഷയം പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് ചരിത്രമാണ്. എന്തുകൊണ്ടാണ് ജൂതന്മാര് യൂറോപ്പിൽ എവിടെയും കാണാതെ ആട്ടിയോടിക്കപ്പെടുകയും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് അവർ കുടിയേറി പാർക്കുകയും ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിനൊരു വലിയ ചരിത്രമുണ്ട്. കാരണം റോമൻ ഗവർണറായ പിലാത്തോസ് എന്ന് പറയുന്ന മനുഷ്യന് യേശുക്രിസ്തുവിനെ പിടിച്ചുകൊടുത്തത് ജൂതന്മാരാണ് എന്നാണ് ക്രൈസ്തവ മതവിശ്വാസികളുടെ ഒരു വിശ്വാസം. യൂറോപ്പിൽ അതിന് മതവുമായി ബന്ധമുണ്ടോ എന്നൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചോദിക്കണ്ട. അതൊരു ചരിത്രപരമായ വസ്തുതയാണ് നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സ്വന്തം ദൈവമായി ദൈവപുത്രനായി വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ റോമൻ ഗവർണറായ പിലാത്തോസിന് വേണ്ടിയിട്ട് ഒറ്റിക്കൊടുത്ത ജൂദാസിന്റെ പിന്മുറക്കാരെന്ന നിലയിൽ യഹൂദ മതവിഭാഗവും ക്രൈസ്തവ മതവിഭാഗവും തമ്മിൽ ഒരുപാട് മാനസിക അനൈക്യങ്ങളുണ്ട്. യഹൂദ മതവിഭാഗം അധികാരത്തിലുണ്ടായിരുന്നത് കൊണ്ട് അവരുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചിട്ട് ക്രൈസ്തവ മതത്തിന്റെ അപ്പോസ്തലന്മാരടക്കമുള്ളവരെ നിഷ്ഠൂരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോൺസ്റ്റന്റൈൻ എന്നു പേരുള്ള ഒരു ചക്രവർത്തി രാഷ്ട്രീയമായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് മതപരിവർത്തനം നടത്തുന്നത്. ക്രൈസ്തവ മതത്തിലേക്കാണ് അദ്ദേഹം മാറിയത്. ക്രൈസ്തവ മതത്തിലേക്ക് അദ്ദേഹം വന്നതോടുകൂടി യഹൂദരെക്കാളും ക്രൈസ്തവ മതവിശ്വാസികൾക്ക് അധികാരവും ശക്തിയും കൂടി. അങ്ങനെ ജൂതമതത്തിൽപ്പെട്ടവരെ കൊന്നൊടുക്കാൻ തുടങ്ങി. അതിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഓടിച്ചിട്ടാക്രമിക്കാൻ തുടങ്ങി. എവിടെ കണ്ടാലും ആക്രമിക്കുന്നു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 19ാം നൂറ്റാണ്ടിന്റെ മുമ്പ് വരേക്കുമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ചരിത്രത്തിലെ എല്ലാ തരത്തിലുമുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളും ക്രൈസ്തവ മതത്തിൽ അധിഷ്ഠിതമായ വിശ്വാസവും ആചാരങ്ങളും വെച്ചു പുലർത്തിയ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയും ജൂതമതത്തിന്റെ അനുയായികളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുകയും മാറ്റിയോടിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവരെ വൈക്കോൽ തുറകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ചുട്ടുകൊന്ന ചരിത്രം വരെയുണ്ട്. കറുത്ത മരണം എന്ന് പറയുന്ന ഒരു പ്ലേഗ്, ബ്ലാക്ക് ഡെത്ത് 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പടർന്നു പിടിച്ചപ്പോൾ യൂറോപ്യൻ ജനസംഖ്യയുടെ പകുതിയോളം പേര് മരിച്ചുപോയി. മരിച്ചു. ആരോ പ്രചരിപ്പിച്ചു ഇതിന്റെ പിന്നില് ദുർമന്ത്രവാദികളായ ജൂത സമൂഹമാണ് എന്ന്. ജൂതന്മാരെ ഓട്ടിച്ചിട്ട് പിടിച്ചു എന്ന് മാത്രമല്ല, വൈക്കോൽ തുറകളിലേക്ക് കൊണ്ടുപോയിട്ട് ആ വൈക്കോൽ തുറകൾക്കുള്ളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ചുട്ടുകൊന്ന എത്രയോ കഥകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിക്കാൻ നിർവാഹമില്ലാതെ അവർ കുടിയേറി പാർത്ത രാജ്യങ്ങളുടെ പേര് നിങ്ങൾക്കറിയുമോ? ഒന്ന് ലബനാൻ, ഒന്ന് സിറിയ, ഒന്ന് ഇറാഖ്, ഒന്ന് ഇറാൻ. ആ രാജ്യത്തിന്റെയൊക്കെ മതം ഏതാണ് എന്ന് നമുക്കറിയാം. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറബ് രാഷ്ട്രങ്ങളാണ്, പേർഷ്യൻ രാഷ്ട്രങ്ങളാണ്. അവിടെയാണ് ഇസ്രയേൽ ജനതയ്ക്ക് സാന്ത്വനവും അഭയവും നൽകിയത്. നാടില്ലാതെ ഓടിവന്ന ആക്രമിക്കപ്പെട്ട ജനവിഭാഗത്തിന് സർവത്ര സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാനുള്ള അവകാശം കൊടുത്ത അറേബ്യൻ ജനവിഭാഗത്തിന്റെ നെഞ്ചകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ സ്ഥാപിക്കുക മാത്രമല്ല, അവിടെയുള്ള ജനസംഖ്യയിൽ പകുതിയിലധികം പേരെയും അഭയാർത്ഥികളാക്കുക മാത്രമല്ല, അവിടെയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നിശ്ചയിച്ചു കൊടുത്ത 530ഓളം വരുന്ന ഗ്രാമങ്ങളിൽ നിന്ന് 250 ഗ്രാമങ്ങളെ ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ പിടിച്ചെടുക്കുകയും അന്ന് UN നിശ്ചയിച്ചത് പ്രകാരം ജെറുസലേം എന്ന് പേരുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ കണ്ണീര് വീണ് കുതിർന്ന മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്ന തന്ത്രപ്രധാനമായ പ്രദേശത്തിന്റെ അധികാരം UN തന്നെയായിരിക്കും നിർവഹിക്കുന്നത് എന്ന് എത്രയോ തവണ UN പ്രഖ്യാപിച്ചിട്ടും ഇസ്രയേൽ പ്രിയപ്പെട്ടവരെ അവിടേക്ക് കടന്നു കയറുകയാണ്.
UN പ്രമേയം പാസാക്കിയെന്നാണ് നമ്മൾ പറയുന്നത്. എന്ത് നേട്ടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? 1967 മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്ന പ്രദേശത്തെ തന്ത്രപ്രധാനമായ മുന്നേറ്റത്തിലൂടെ കയ്യിലൊതുക്കിയിട്ട് UN പറഞ്ഞു, അത് ഞങ്ങളുടെ അധീനതയിൽ നിൽക്കേണ്ടതാണ്, ഇസ്രയേലുകാരന്റെയും ഫലസ്തീനികളുടെയും അല്ല, ഞങ്ങളാണത് ഭരിക്കേണ്ടത്. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സകലതും കാറ്റിൽ പകർത്തിയിട്ട് ഒരു തരത്തിലുമുള്ള അന്താരാഷ്ട്ര മര്യാദകളെ പാലിക്കാതെ ആ പ്രദേശത്തെ പിടിച്ചടക്കുക മാത്രമല്ല, അവിടെയുള്ള പള്ളിയിലേക്ക് വന്നിട്ട് നമസ്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും മുസ്ലിമായി പോയി എന്നതിന്റെ പേരിൽ ഒരു വിഭാഗത്തിന് നിഷേധിക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ചരിത്രം. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങ് ഗസയില് രണ്ടാമതൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയാണ് എത്രയോ തവണ ഇസ്രയേലിന്റെ ടങ്കറുകൾ ഉപയോഗിച്ചിട്ട് ഇസ്രയേലിന്റെ ഏറ്റവും വില കൂടിയ പ്രതിരോധ മാരകശേഷിയുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് തകർത്തു തരിപ്പണമാക്കി. എത്രയോ തവണയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് തകർത്തു തരിപ്പണമാക്കിയത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, തകർത്തിടുമ്പോഴൊക്കെയും രണ്ടാമത് തന്നെ പുനർനിർമ്മിക്കുകയാണ്. കാരണം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? എന്താണ് അതിന്റെ കാരണമെന്നറിയുമോ? കാരണം തകർത്തിടുമ്പോൾ പോലും പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം അവരുടെ ഹൃദയത്തിലുണ്ട്. കാരണം നിങ്ങൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗസ എന്നറിയപ്പെടുന്ന ആ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് കാണാം. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ വാചകം എന്താണെന്നറിയുമോ? ഒന്നാമത്തെ വാചകം ജെറുസലേമിലേക്ക് 70 കിലോമീറ്റർ എന്നാണ്. ജെറുസലേം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രവാചകന്മാരുടെ കണ്ണീര് വീണ മണ്ണാണ്, പ്രബോധനം നടന്ന മണ്ണാണ്. ജെറുസലേമിലേക്ക് 70 കിലോമീറ്റർ എന്ന് പറയുന്ന അക്ഷരങ്ങൾ വായിച്ചിട്ടാണ് ആ ഗസ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും അവരുടെ ഓരോ ദിവസവും കടന്നു ചെല്ലുമ്പോഴും ഇറങ്ങി വരുമ്പോഴും വായിക്കുന്ന വാചകം എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ജെറുസലേമിലേക്ക് 70 കിലോമീറ്റർ നഷ്ടപ്പെട്ടു പോയ, അന്യാധീനപ്പെട്ടു പോയ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകന്മാരുടെ ആദർശ ബന്ധുക്കളുടെ പാരമ്പര്യവും പൈതൃകവുമുള്ള മണ്ണിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് മനസ്സിലാക്കിയിട്ട് പോരാട്ടത്തെ പഠനമാക്കി, പഠനത്തെ പോരാട്ടമാക്കി, പ്രതിരോധമാക്കിയിട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ സർവകലാശാലകളെ ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശേഖരം കൊണ്ട് മൺകൂട്ടയാക്കാൻ, കോൺക്രീറ്റ് സൗധമാക്കാൻ എത്ര തവണ ശ്രമിച്ചാലും പ്രിയപ്പെട്ടവരെ വർദ്ധിത വീര്യത്തോടുകൂടി അത് വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെടുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന സംഗതി ഇതാണ്. ഒരു സുദീർഘമായ പ്രഭാഷണത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇനിയും കൂടുതലായി പരത്തി പറയുന്നത് ഒരിക്കലും ഭംഗിയല്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നടക്കുന്ന പ്രതിഷേധം എന്ന് പറയുമ്പോൾ അവിടേക്ക് ഉപരോധത്തിൽ അകപ്പെട്ടു പോയ പാവപ്പെട്ട മനുഷ്യര് ഇരുമ്പ് മറ കൊണ്ട് തീർക്കപ്പെട്ട റഫയുടെ അതിർത്തിയുടെ തൊട്ടുപുറത്ത് ആയിരക്കണക്കിന് മനുഷ്യർക്ക് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണ വിഭവങ്ങൾ കെട്ടിക്കിടക്കുമ്പോഴും പോലും ഒരു റൊട്ടി എടുത്തിട്ട് തന്റെ മക്കൾക്കൊന്ന് കഷ്ണം വെച്ചു കൊടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു പോയ പാവപ്പെട്ട ഉമ്മമാരുടെ കണ്ണീരിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, മാവി മർമറ എന്ന് പറയുന്ന ഒരു സ്തൂപമുണ്ട് ഗസയിൽ. എന്താണ് അതിന്റെ പിന്നിലുള്ള സംഭവം എന്നറിയുമോ? യുവോൺ റില്ലി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുടെയും ടോണി ബ്ലെയറിന്റെ ഭാര്യ സഹോദരിയായ ലോറൻ ബൂത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ 590ഓളം വരുന്ന ആക്ടിവിസ്റ്റുകൾ ഒരിക്കല് ഗസ ഉപരോധത്തിൽ ഏർപ്പെട്ടപ്പോ അവർക്ക് ഭക്ഷണവുമായി വന്ന ആ കപ്പലിന്റെ മുകളിലേക്ക് പോലും ബോംബ് വർഷിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്രയേലിന്റെ നരാധമന്മാർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പേരാണ് ഇസ്രയേൽ. അന്യരാജ്യത്തു നിന്ന് വരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിന്റെ ഭാര്യയുടെ സഹോദരിയായ ലോറൻ ബൂത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കപ്പൽ വ്യൂഹത്തിന്റെ നേരെ പോലും ബോംബിടാൻ അവർക്കാരെയും ഭയമില്ല. ഒരു മര്യാദകളും പാലിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഏകദേശം 50-ലധികം മാധ്യമ പ്രവർത്തകർ ലോകത്തെത്ര കൊടുമ്പിരിക്കൊണ്ട യുദ്ധമുഖത്തേക്കും പ്രസ് എന്ന് പറയുന്ന 5 അക്ഷരത്തിന് വല്ലാത്ത വിലയുണ്ട്. പ്രസ് എന്ന് പറഞ്ഞാൽ മാധ്യമം. ആ
ആ മാധ്യമങ്ങൾക്ക് എവിടെയും കടന്നു ചെല്ലാം, ഏത് യുദ്ധവും റിപ്പോർട്ട് ചെയ്യാം, ഒരാളും ചോദിക്കില്ല. മാധ്യമ പ്രവർത്തകരുടെ അക്രഡിറ്റേഷൻ കാർഡുള്ള ആൾക്ക് വേണമെങ്കിലും യുദ്ധത്തിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് യുദ്ധമുഖത്തേക്ക് കടന്നു വരാനുള്ള അവകാശമുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭ രേഖപ്പെടുത്തിയ യുദ്ധത്തിന്റെ നിയമങ്ങളിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ 50ഓളം വരുന്ന മാധ്യമ പ്രവർത്തകർ ചുട്ടുകൊല്ലപ്പെടുന്ന പാവപ്പെട്ട ഫലസ്തീൻ ജനതയുടെ കണ്ണീരുറ്റുന്ന ചിത്രങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ബോംബറുകളേറ്റിട്ട് പിടഞ്ഞു മരിച്ച കാര്യങ്ങൾ രക്ഷിക്കൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്. എന്നെ രക്ഷിക്കൂ, എന്റെ ഭാര്യയെ രക്ഷിക്കൂ, എന്റെ മക്കളെ രക്ഷിക്കൂ. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യം പറയാൻ വിധിക്കപ്പെട്ട, സത്യം പറയാൻ നിശ്ചയിക്കപ്പെട്ട മാധ്യമങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പിടഞ്ഞു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോരയിട്ടുന്ന ശരീരങ്ങളെ ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ക്യാമറ കണ്ണുയർത്തിയാൽ ക്യാമറ ഉയർത്തുന്നവന്റെ മുകളിലേക്ക് ബോംബ് വർഷിക്കുന്ന കാടത്തമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഫലസ്തീനികൾ ചെറുത്തു തോൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ ചിലര് പറയുന്നുണ്ടല്ലോ, ഇവിടെ ഫലസ്തീന്റെ പോരാളികൾ നിർമ്മിച്ച തുരങ്കങ്ങൾ, ടണലുകൾ കീഴടക്കി എന്ന് പറയുന്നു. എന്താ ടണലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്തിനാ ടണലെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയപ്പോഴല്ല അവിടെ ഉപരോധം. റഫ എന്ന് പറയുന്ന അവരുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള അതിർത്തികൾ എത്രയോ കാലമായി അടക്കപ്പെട്ടിരിക്കുന്നു. പനിച്ചു വരികയുന്ന പ്രിയപ്പെട്ട മകൾക്ക് ഒരു പാരസെറ്റമോൾ ഗുളിക വാങ്ങണമെങ്കിൽ ഈജിപ്റ്റ് എന്ന് പറയുന്ന അയൽ രാജ്യത്തേക്ക് പോകേണ്ടി വരുന്ന ഫലസ്തീനിയെ സംബന്ധിച്ചിടത്തോളം അടച്ചുമൂടപ്പെട്ട വാതിലിന്റെ മുന്നിൽ വെള്ളം നിഷേധിക്കപ്പെട്ട്, വായു നിഷേധിക്കപ്പെട്ട്, ഇന്റർനെറ്റ് നിഷേധിക്കപ്പെട്ട്, വൈദ്യുതി നിഷേധിക്കപ്പെട്ട്, കൂരിരുട്ടിൽ തുറന്ന ജയിലിൽ ജീവിക്കേണ്ടി വരുന്ന ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനത്തിന്റെയും പ്രതിരോധത്തിന്റെയും അടയാളമാണ് ടണൽ. ആ ടണൽ കീഴടക്കി എന്നാണ് ഇവിടെ ഇസ്രായേലുകാരൻ പറയുന്നത്. എന്താണ് ടണൽ എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഈ കാണുന്ന കട്ടിയുള്ള മണ്ണൊന്ന് തുറന്നു പോകണമെങ്കിൽ തന്നെ എത്ര പ്രയാസമാണ് നമുക്ക്. പക്ഷേ 40 കിലോമീറ്ററും കടൽ പരപ്പുള്ള, മണൽ പരപ്പുള്ള ഒരു പ്രദേശത്ത് ഒരു വിഭാഗം അതിന്റെ ഉള്ളിലൂടെ തുരങ്കം നിർമ്മിക്കുന്നു. ആ തുരങ്കം ഒരുപക്ഷെ തുടങ്ങുന്നത് ഒരു പള്ളിക്കുള്ളിൽ നിന്നുമായിരിക്കും, മറ്റൊരു പക്ഷേ ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നുമായിരിക്കും, ഇനിയും മറ്റൊരാളുടെ വീടിന്റെ ഉള്ളിൽ നിന്നുമായിരിക്കും. അത് അവസാനിക്കുന്നത് അങ്ങ് ഈജിപ്തിലാണ്. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മണലിന്റെ നടുവിലൂടെയാണ്. ഇവിടെ ഇസ്രായേലുകാർ പറയുന്നു തങ്ങളത് കണ്ടുമുട്ടി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നത്? അവർ കണ്ടെത്തി, ടണല് കീഴ്പ്പെടുത്തി എന്ന് പറയുന്ന വാർത്തകൾ മുഴുവനും വ്യാജമാണ് എന്ന് അൽ ജസീറ അടക്കമുള്ള ആഗോള മാധ്യമങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ടണല് കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ശരി, എത്ര തവണ കീഴടക്കാൻ ശ്രമിച്ചാലും ശരി, മണൽ പരപ്പുകൾക്ക് നടുവിലൂടെ തന്റെ പ്രിയപ്പെട്ട പരിച്ചു പൊടിയുന്ന മകൾക്ക് വേണ്ടിയിട്ട് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഫലസ്തീനിലെ ബാലന്മാരും ചെറുപ്പക്കാരും കുഴിച്ചെടുത്ത അതിജീവനത്തിന്റെ ഇടനാഴികളെ തകർക്കാൻ ഇസ്രായേലിന്റെ ഒരു പോരാട്ട വീര്യത്തിനും ഒരിക്കലും സാധ്യമല്ല. കാരണം അത് അവരുടെ അതിജീവനത്തിന്റെ സിംബലാണ്, അതിജീവനത്തിന്റെ മുദ്രയാണ്. പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് 50%-ലധികം കുട്ടികളായല്ലോ? 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അവിടെയുള്ള ജനസംഖ്യയിൽ 50%. എന്താണ് കാരണമെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? 30-32 വയസ്സുള്ള അവിടെ ഒരു പെൺകുട്ടി 8 തവണ പ്രസവിച്ചിട്ടുണ്ടാകും. അവർക്ക് വേറെ നിർവാഹമില്ല. ഓരോ ദിവസവും ലോകത്തെ ഏറ്റവും വലിയ വൻകിട മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികളെ കൂട്ടുപിടിച്ചിട്ട് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മാരക പ്രതിരോധ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വന്തം മക്കളെ കൊന്നെടുക്കുമ്പോ വീണ്ടും പ്രസവിക്കുകയല്ലാതെ അവിടെയുള്ള സ്ത്രീകൾക്ക് നിർവാഹമില്ല. അതുകൊണ്ട് വീണ്ടും പ്രസവിക്കുകയാണ്. പ്രസവിക്കുന്ന ചോര കുഞ്ഞുങ്ങൾ, ഇൻകുബേറ്ററിൽ കിടക്കുന്ന കുട്ടികളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന കിരാതത്വത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ എന്ന് പറയുന്നത്. മനുഷ്യരെയല്ല കൊല്ലുന്നത്. 6 ദിവസം പ്രായമുള്ള ഇൻകുബേറ്ററിൽ കിടക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന, ഇൻകുബേറ്റർ എന്ന് പറയുന്ന കുട്ടിയുടെ ശ്വസന പ്രക്രിയ നിയന്ത്രിക്കുന്ന സംവിധാനത്തെ പോലും ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് തച്ചു തകർക്കുന്ന കാപാലികന്മാർക്കാണ് ലോക സമൂഹം കൂട്ടുനിൽക്കുന്നത്. ആ കാപാലികന്മാർക്കൊപ്പമാണ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അതിനപ്പുറം എന്ത് നാടക്കേടാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്. ഗാന്ധിജിയുടെ ഇന്ത്യയാണ്. ഗാന്ധിജി പറയുകയാണ്, ഒരിക്കല് ഞാനൊരു ജൂതനായിരുന്നുവെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ജൂത സമൂഹമേ, നിങ്ങൾ ഇസ്രയേലിനോടല്ല, നിങ്ങൾ അമേരിക്കയോടല്ല, യൂറോപ്യൻ ശക്തികളോടല്ല നിങ്ങൾ ചങ്ങാത്തം കൂടേണ്ടത് അറബികളോടാണ് നിങ്ങൾ ചങ്ങാത്തം കൂടേണ്ടത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ
അറബികളോടാണ് നിങ്ങൾ ചങ്ങാത്തം കൂടേണ്ടത് എന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞ മനുഷ്യന്റെ പേരെന്തെന്നറിയുമോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. MK ഗാന്ധി എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ രാഷ്ട്രപിതാവുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നടത്തുന്ന ഭീകര പ്രവർത്തനത്തെ ആദ്യമായി ഭീകരവാദമെന്ന് വിളിച്ച ഒരു മനുഷ്യന്റെ പേര് പറയാൻ പറഞ്ഞാൽ, ആദ്യമായി ഇസ്രയേലികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ തീവ്രവാദമാണ് എന്ന് വിളിച്ച ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിമീങ്ങളല്ല, മൈനാഗപ്പള്ളി മുസ്ലിം യൂത്ത് കോർഡിനേഷൻ അല്ല ആദ്യമായിട്ട് ഇസ്രയേലികളെ ഭീകരവാദി എന്ന് വിളിച്ചത്. ആദ്യമായി ഇസ്രയേലികളെ ഭീകരവാദികൾ എന്ന പേരിട്ട് വിളിച്ചത്, തീവ്രവാദികളെന്ന് പേരിട്ട് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ മനുഷ്യന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ഈ രാജ്യത്തിന്റെ പിതാവാണ്, രാഷ്ട്രപിതാവാണ്. 1947 ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, എന്തിനാണ് ഇസ്രയേൽ അറബികളോട് ഇത്രയും നിഷ്ഠൂരമായ ക്രൂരതകൾ ചെയ്യുന്നത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചരിത്രമാണ്. ഗാന്ധിജി ഭീകരവാദികൾ എന്ന് വിളിച്ച ഇസ്രയേലാണ് ഭീകരവാദത്തെ ശരിവയ്ക്കുന്ന. ഒരിക്കൽ ഹിറ്റ്ലർ പറഞ്ഞു അത്രേ 60 ലക്ഷം ജൂതന്മാരെ ഹോളോകോസ്റ്റിൽ കൊന്നപ്പോ ന്യൂറൻബർഗിന്റെ യുദ്ധവിചാരണ കോടതിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകും. അതിന് സാധിച്ചില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, എന്തിനാണ് മനുഷ്യരെ നിങ്ങൾ കൊന്നൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, എന്തിനാണെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം കാലം നിങ്ങൾക്ക് നൽകും. കാരണം അവരിൽ ചിലരെ ഞാൻ ഓഷ്വിറ്റ്സിലും ന്യൂറംബർഗിലും അടക്കമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊല്ലാതെ വിട്ടിട്ടുണ്ട്. ആ മനുഷ്യർ അതിജയിച്ചു വരുമ്പോ അവര് ജീവിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണുമ്പോ നിങ്ങൾ ഹിറ്റ്ലറെ മഹാനെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹിറ്റ്ലർ ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞു എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാനൊരു വംശീയ ഒരു പ്രയോഗം നടത്തുന്നു എന്ന്, ഒരു മതപരമായിട്ടുള്ള ഒരു പ്രയോഗം നടത്തുന്നു എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് സൈനിസം എന്നാണ്. പൊളിറ്റിക്കൽ സൈനിസം. മറ്റൊരു സൈനിസം കൂടിയുണ്ട്, കൾച്ചറൽ സൈനിസം. ആ കൾച്ചറൽ സൈനിസം ഇന്നും പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഞങ്ങളുടെ രാജ്യമല്ല. കാരണം നഷ്ടപ്പെട്ടു തങ്ങളുടെ ഒന്നാമത്തെ സോളമന്റെ ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തങ്ങളുടെ ഒന്നാമത്തെ ആരാധനാലയം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എവിടെയാണോ തങ്ങളുടെ ആരാധന ആലയം പടുത്തുയർത്തപ്പെടുന്നത് അവിടെയായിരിക്കും തങ്ങളുടെ രാജ്യം സ്ഥാപിക്കപ്പെടുക എന്ന് യഥാർത്ഥ ജൂതമതത്തിന്റെ വിശ്വാസികൾ ഇന്നും വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ശ്രദ്ധിച്ചു കേൾക്കണം, തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ജൂതമതത്തിൽ പിറന്നവനാണെങ്കിലും ഒരിക്കലും ഒരു ജൂതമത വിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സയണിസം. 1897 സ്വിറ്റ്സർലാൻഡിലെ ബേസിലിൽ അദ്ദേഹം വിളിച്ചുകൂട്ടിയ 200 പ്രതിനിധികളുടെ സമ്മേളനം കഴിഞ്ഞിട്ട് മാധ്യമ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തത്വത്തിൽ ഞാനിതാ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സമയം വൈകിട്ടാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ നമുക്ക് ഇവിടെ എഴുന്നേറ്റ് നിൽക്കാനും മറ്റും സാധിച്ചിട്ടുള്ളത്. ഇനിയും ഒരു ദീർഘമായ പ്രഭാഷണം തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോടുള്ള ഒരനാദരവായി പോകുമെന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മുന്നോട്ട് പോകാം. പലരും പറയാറുണ്ട്, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രപിതാക്കൾ അവർ ഇസ്രയേലിൽ താമസിച്ചിരുന്നവരാണ്, അതുകൊണ്ട് അവരുടെ മണ്ണിലേക്ക് അവർ തിരിച്ചു വന്നാൽ എന്താണ് പ്രശ്നം? ആരാ ഇത് പറയുന്നത്? ഐക്യരാഷ്ട്രസഭയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ പിൻബലം വേണ്ടേ? എന്നെങ്കിലും യഹൂദമത വിഭാഗം മാത്രം ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്നതിന് ചരിത്രപരമായ ഒരു തെളിവുമില്ല. ഇനി അങ്ങനെ തന്നെ ജീവിച്ചിരുന്നു എന്നിരിക്കട്ടെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി അവിടെയുള്ള തദ്ദേശവാസികളെ കൊന്നൊടുക്കിയിട്ട് അവിടെ അവരെ തന്നെ കുടിയിരുത്തണമെന്ന് ഏത് നീതിശാസ്ത്രമാണ് പറയുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ, മനുഷ്യ സമൂഹം, മനുഷ്യ സ്നേഹികൾ ലോകത്തോട് ചോദിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമത്തിന്റെ കമന്റ് ബോക്സുകളിലേക്ക് വന്നിട്ട്, മീഡിയ റൂമുകളുടെ ചാനൽ ചർച്ചാ മുറികളിലേക്ക് വന്നിട്ട് കൊല്ലപ്പെടുന്ന ഇസ്രയേലികളാണ് യഥാർത്ഥ രക്തസാക്ഷികളെന്നും കൊല്ലപ്പെടുന്ന
ഫലസ്തീനികൾ മരിക്കേണ്ടവർ തന്നെ എന്നും പറയുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ ഏത് തത്വശാസ്ത്രത്തെയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്? നിങ്ങളെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയുടെ തത്വശാസ്ത്രത്തെയല്ല, ഗാന്ധിജിയുടെ തത്വശാസ്ത്രത്തെയല്ല. നമുക്കറിയാം, ഗാന്ധിജി എന്ന് പറഞ്ഞാൽ മരണവേളയിൽ പോലും ഹരേ റാമിന്റെ മന്ത്രം മുഴക്കിയിട്ട് മരിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വെടിപൊട്ടുമ്പോ അദ്ദേഹത്തിന്റെ വളരെ ശുഷ്കിച്ചു പോയ മെലിഞ്ഞ കൈ അദ്ദേഹം നെഞ്ചത്തേക്ക് അമർത്തിയിട്ട് ഉറക്കെ വിളിച്ചൊരു മുദ്രാവാക്യമാണ് ഹേ റാം, രാമൻ ജയിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നിപ്പോ വിളിക്കുന്ന മുദ്രാവാക്യം ജയ് ശ്രീറാം, രാമൻ ജയിക്കട്ടെ. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം ഗാന്ധിജിയുടെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു. മരിക്കുന്ന സമയത്ത് കൊലക്കയറിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഗോഡ്സെയുടെ കയ്യിലും ഭഗവത്ഗീത ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് അത് ഭഗവത്ഗീതയുടെ പ്രശ്നമല്ല, അത് ചിന്താഗതിയുടെ പ്രശ്നമാണ്. ജയ് ശ്രീറാമിന്റെ പ്രശ്നമല്ല, അത് ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഹേ റാം വിളിച്ച രാമൻ ജയിക്കട്ടെ എന്നാണ് രാജ്യത്തെ ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയുമോ? കാരണം രാമന്റെ പാരമ്പര്യമുള്ള ഇന്ത്യ മഹാരാജ്യം സ്നേഹത്തിന്റെ പാരമ്പര്യമാണ്. അവിടെയാണ് സൂഫി ഖാൻഗാഹുകൾ ഉയർന്നത്, അവിടെയാണ് തുക്കാറാമും കണാദനും ഉണ്ടായത്, അവിടെയാണ് ഇവിടെയുള്ള കബീറടക്കമുള്ള രാജ്യത്തെ ഒരുപാട് ഹൈന്ദവ മതത്തിന്റെ പ്രപിതാക്കൾ ഉണ്ടായത് അവിടെയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.